ടാറ്റ പറ ടാറ്റ ടാറ്റ പറ ടാറ്റ. ഒരു മാസം കൂടെ കഴിയുമ്പോൾ നല്ല പോലെ ഒരു മാസം കഴിയുമ്പോൾ ബൈ പറ. ബൈ 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 ബൈ. പോകാറായപ്പോൾ അതാ പിന്നെ റിതുട്ട് അച്ചാച്ചയ്ക്ക് ടാറ്റ കൊടുപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ എന്താ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. റിതുട്ടനാണെങ്കിൽ നല്ല ഉറക്കം കേട്ടോ. കാറിൽ കയറിയ ആൾ അപ്പോഴേ ഉറങ്ങും. അങ്ങനെ ഇതാ എന്തായാലും പെട്ടെന്ന് നമ്മൾ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ. എല്ലാം എടുക്കൊണ്ട് വന്നവേ. ചേറില്ലാത്തോണ്ട് ഇരിക്കുന്നില്ല എന്ന് വേണ്ട. ഇപ്പോഴത്തെ നാട്ടിൽ പോക്കെ ഒട്ടും പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഋതുവിന് വേണ്ടുന്ന അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളാട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങ് നാട്ടിൽ ചെന്നപ്പോഴത്തേക്ക് സാധനങ്ങളെല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇത് അവിടുത്തെ മക്കൾ പിന്നെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്തുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചെല്ലുന്നതിന് മുന്നേ അവരിങ്ങനെ എടുത്തിട്ട് ആ സാധനങ്ങളെല്ലാം എടുത്ത് അകത്തൊക്കെ വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ വെള്ളം നമ്മൾ തിളപ്പിച്ചാലല്ലേ ഇനി കുടിക്കാൻ പറ്റുമോ, ദാഹിച്ചിട്ട് വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ തൊട്ടപ്പുറത്തെ കടയിൽ പോയി കുറച്ചല്ല ഒരു കുപ്പി വെള്ളവും പിന്നെ കുറച്ച് എന്തൊക്കെയോ സാധനങ്ങളും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതാ അവിടേക്കൊന്ന് തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇനി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ. ഇവിടെ ആണെങ്കിൽ പൊടിയുടെ മേളമാണ് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര പൊടിയാണ്. നമ്മൾ 2-3 ദിവസം വീട് അടച്ചിട്ടിട്ട് പോവുകയാണെങ്കിൽ നല്ലപോലെ പൊടി കയറുകയും ചെയ്യും. പിന്നെ അങ്ങോട്ട് തുറക്കുമ്പോൾ പൊടിയുടെ ഒരു സ്മെല്ലും വരും കേട്ടോ. എനിക്കാണ് ഒട്ടും പറ്റത്തില്ല പൊടി എനിക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ബുദ്ധിമുട്ടിൻ്റെ ഋതുവിനും കൂടെ വരരുതെന്ന് കരുതിയിട്ട് ഞാൻ എവിടെ പോയിട്ട് വന്നാലും എത്ര വയ്യെങ്കിലും ശരി തന്നെ ഒന്ന് തൂത്ത് തുടച്ച് കഴിയുമ്പോഴാണ് എനിക്കൊരു മനസ്സമാധാനമാവുള്ളൂ. എന്നിട്ട് ഋതുവിനെ ഞാൻ അവിടെ കിടത്താറുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇതാ അവിടെ തൂത്തു ഇനിയൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഹോളും സിറ്റ് ഔട്ടും റൂമും മാത്രമേ ഞാൻ തുടയ്ക്കുന്നുള്ളൂ. അടുക്കളയും അപ്പുറത്തെ റൂമൊക്കെ ഇനി നാളെയും തുടയ്ക്കാം കേട്ടോ. എല്ലാം കൂടെ തുടച്ച് കഴിഞ്ഞാൽ മിക്കവാറും എനിക്ക് പണി കിട്ടും. കാരണം പിറ്റേ ദിവസം ഞാൻ എഴുന്നേക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലായിടവും തുടയ്ക്കാൻ നിൽക്കത്തില്ല കേട്ടോ. ഞാനിങ്ങനെ കുറേശ്ശെ മാത്രമേ ഞാൻ ജോലി ഇങ്ങനെ ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞ് പെട്ടെന്ന് പോയി ഫ്രഷ് ആയിട്ട് വന്നു. അവിടെയൊക്കെ തൂത്ത് തുടക്കുകയൊക്കെ ചെയ്തല്ലേ, വീട്ടിൽ നിന്ന് കുളിച്ചിട്ടാട്ടോ വന്നത്. അത് കഴിഞ്ഞ് ചപ്പാത്തി ഞാൻ അപ്പുറത്തെ കടയിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കറി നമുക്ക് ഉണ്ട് കേട്ടോ ഓൾറെഡി. പിന്നെ ഋതുവിന് വേണ്ടിയിട്ട് ഞാൻ ഏത്തയ്ക്ക പുഴുങ്ങാനും കൂടെ വെക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറി ഇതാ ചിക്കൻ കറി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് ചൂടാക്കി എടുക്കും. എന്തിനാ അമ്മയുടെ പൊന്നു കരയുന്നേ? പോട്ടെ ടാറ്റ ബൈ ഉമ്മോട് ഉമ്മ തൊട്ടന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ചിടുങ്ങലിയും ഒക്കെ ഇങ്ങനെ സ്ഥിരമായിട്ടുള്ളതാണ്. അപ്പം ഞാൻ മെയിനായിട്ടുള്ള ചെയ്യുന്നൊരു കാര്യം ഇതാണ് കേട്ടോ. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇടയ്ക്ക് വീഡിയോ ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ അവളെ ഒന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആൾ ഹാപ്പി, നമ്മൾ ഹാപ്പി. പിന്നെ ഇങ്ങനെ തോളത്തുനിന്ന് ഇറങ്ങത്തില്ല. നിർബന്ധമൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ അവളെ എടുത്തുകൊണ്ടായിരിക്കും ഞാൻ ബാക്കിയുള്ള പണികളും ചെയ്യുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഇതാ കുറേ കറിവേപ്പിലയും മാങ്ങയും ഒക്കെ അച്ഛൻ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചീനി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അവിടുത്തെ ചീനിയാണ് കേട്ടോ. പിഴുതപ്പോഴാണ് തന്നത്. അപ്പം ഞാൻ ഇവിടെ കൊണ്ടുവന്നാണ് നോക്കുന്നത് കേട്ടോ. എടുത്ത് വെച്ചതൊന്നും ഞാൻ കണ്ടില്ല. കറിവേപ്പിലേക്ക് വേണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേത് എനിക്ക് അമ്മയായിരുന്നു എടുത്ത് തരുന്നത്. എന്നാൽ അവിടെ അമ്മയില്ലാത്തതുകൊണ്ട് അച്ഛൻ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതാ ഫുഡ് കഴിക്കാമെന്ന് എഴുതി. നല്ല പല്ലുവേദനയുണ്ട്. ഈ സമയത്തൊക്കെ എനിക്ക് പല്ലുവേദനയാണ് കേട്ടോ. അപ്പോൾ പല്ലെടുക്കുന്നതിന് മുന്നുള്ള വേദനയാണ്. ഒരു സൈഡ് മാത്രമാണ് ഞാൻ ഇട്ട് ചവച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതാ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പാത്രങ്ങൾ കഴുകാൻ കുറച്ചുണ്ടായിരുന്നു. പിന്നെ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അങ്ങനെ അതൊക്കെ ഉണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ ഇതാ അത്രയും പാത്രം കഴുകിയതായി ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചു. ഇനി നമുക്കവിടെ ക്ലീനിങ് ആണ് കേട്ടോ. അപ്പം ഈ ക്ലീൻ ചെയ്യാതെ പോയി കിടന്നാൽ എനിക്ക് പറ്റത്തേ ഇല്ല. രാവിലെ നമ്മളൊരു മൂശാട്ടയായിട്ടായിരിക്കും എഴുന്നേറ്റ് വരുന്നത്. ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അന്നത്തെ ദിവസം അങ്ങ് പോവും.
അതുകൊണ്ട് നമുക്കിവിടെ എല്ലാം ഒന്ന് പതിയെ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് പോയി കിടക്കാൻ. ഇപ്പം എനിക്ക് തോന്നുന്നൊരു 11:30 എങ്ങാണ്ടൊക്കെ ആയി കാണുമായിരുന്നു. ഇതുപോലെയൊക്കെ തന്നെയാണ്, കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കാരണം ഋതുവിനെ ഒന്ന് ഉറക്കി കിടത്തിയിട്ടായിരിക്കും ഞാൻ പിന്നെയും വന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെയും ഞാൻ പോയി കിടന്ന് ഉറങ്ങുന്നത്. ചിലപ്പം കുളിച്ചിട്ടൊക്കെ അന്നേരം ആയിരിക്കും കിടക്കുന്നത്. ഇന്ന് ഋതു ഉറങ്ങാതെയൊക്കെ ഇരിപ്പുണ്ട്. 2 വട്ടം ഞാൻ പോയി ഉറക്കാൻ നോക്കിയിട്ടും പറ്റിയില്ല. വീണ്ടും ഇരിപ്പുണ്ട്. ഇനി ആളെ ഒന്ന് സമാധാനിപ്പിച്ച് നമുക്ക് ഉറക്കാനൊക്കെ നോക്കാം. ഡിയോ 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 ഡിൻഡടിക്ക് ഡിയോ 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 ഡിൻഡടിക്ക്. അമ്മക്ക് ഉമ്മതാ ഉമ്മതാ